പ്രൈസ്തലോ വേഗം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നടത്തെ എല്ലാ ദൈവമൊക്കെ അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് ദൈവം ഷെയർ ചെയ്ത് ദൈവന്റെ മനസ്സിലേക്ക് തന്ന വാക്യം ലൂക്കോസ് 12:34. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ ഒരു തിരുവചനത്തിലൂടെ കർത്താവ് നമ്മുടെ വ്യക്തമായിട്ട് ഇടപെടുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുവാൻ ഈ ഒരു തിരുവചനത്തിലൂടെ കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കുക. കാരണം ഈ നാളുകളിൽ നമ്മൾ ദൈവമക്കൾ എന്ന് പറയുകയും നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകും, നമ്മൾ ഉപവസിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ ദൈവമായിട്ട് അടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, എൻ്റെ നിക്ഷേപം എവിടെയാ, ഞാൻ എന്തിലാ എൻ്റെ ഹൃദയം വെച്ചേക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ വായികൊണ്ട് നമ്മൾ ദൈവ മക്കളെന്ന് പറയുകയും ദൈവത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ നന്മകൾ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം എവിടെയാണെന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി അതിനൊന്ന് ശോധന ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു, ഇനി അധികം സമയമില്ല. അങ്ങനെയുള്ള സമയത്തിൽ നമ്മുടെ ഹൃദയത്തെ കൂടി നമ്മൾ ശോധന ചെയ്ത് നമ്മുടെ നിക്ഷേപം ഏത് തരത്തിലാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ വിവേചിച്ചറിയണം. പല ദൈവമക്കളും വായാൽ പറയുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കാതെ, ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ഭൗതിക നന്മയിൽ മാത്രം നോക്കി അതിലേക്ക് മാത്രം ദൃഷ്ടി വെച്ച് നടക്കുന്ന ദൈവമക്കളും ഈ സമൂഹത്തിലുണ്ട് അല്ലെ. ഈ പറഞ്ഞ ഞാനായാലും നിങ്ങളായാലും നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കണം. കാരണം വ്യക്തമായിട്ട് ഒരു വചനത്തിലൂടെ പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന്. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ വെക്കണം. ഒന്ന് മാത്രം നമ്മുടെ ഫുള്ള് ഡിപ്പോസിറ്റ് അല്ലെ, നമ്മുടെ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യവും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആരായിരിക്കണം? ദൈവത്തിൻ്റെ കരങ്ങളിലേക്കായിരിക്കണം. ഈവൻ ഭൗതിക നന്മയായാലും ആത്മീയ നന്മയായാലും ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവസന്നിധി നമ്മുടെ നിക്ഷേപം വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മുഖം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടും. നമ്മൾ സന്തോഷത്തിൽ, ദുഃഖത്തിലും കരച്ചിലും ഏത് പ്രതിസന്ധിയിലും നമ്മൾ ആദ്യം വിളിക്കുന്നത് നമ്മുടെ അപ്പ എന്നായിരിക്കും അല്ലെ. ദൈവമേ എന്നെ സഹായിക്കണം, ദൈവമേ എന്നെ കരുതണം, ദൈവമേ തന്ന നന്മയ്ക്ക് നന്ദി. എല്ലാത്തിനും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കും? ദൈവത്തിന് കൊടുക്കും. പക്ഷേ അങ്ങനെ കൊടുക്കണമെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മുടെ നിക്ഷേപം ദൈവത്തിൽ വെക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തിലേക്ക് നോക്കുകയുള്ളൂ ഏത് അവസ്ഥയിലും അല്ലെ. അതേ സമയത്തിന് നമ്മുടെ ഹൃദയം നിക്ഷേപം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് വെക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നോക്കുന്നത് ആ ഒരു ഭൗതിക നന്മയിലായിരിക്കും, ആ ഒരു സാമ്പത്തിക നന്മയിലായിരിക്കും. ഒരു പക്ഷേ കഷ്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവത്തെ വിളിക്കത്തില്ല. നെക്സ്റ്റ് ആരുടെ സപ്പോർട്ട് ചോദിക്കും, ഒരു ഫ്രണ്ടിൻ്റെ സപ്പോർട്ട് ചോദിക്കും, ഇല്ലെങ്കിൽ പേരൻസിൻ്റെ സപ്പോർട്ട് ചോദിക്കും, ഇല്ലെങ്കിൽ കൂട്ടുകാരുടെ ഏതെങ്കിലും തരത്തിൽ അല്ലെ നമ്മൾ സപ്പോർട്ട് ചോദിക്കും. ആരുടെയും കയ്യിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൽ നോക്കുകയുള്ളൂ അല്ലെ. പക്ഷെ ഈ ദിവസങ്ങളിൽ നമ്മുടെ നിക്ഷേപം, നമ്മുടെ ഹൃദയവും ദൈവസന്നിധിയിലാണെങ്കിൽ ഏതൊരവസ്ഥയിലും, കഷ്ടകാലത്തിലും സന്തോഷത്തിലും ഏതൊരവസ്ഥയിലും നമ്മൾ ആദ്യം ദൈവസന്നിധിയിലേക്ക് നോക്കും. നമുക്കൊരു ഭാരം വരുമ്പോൾ, അല്പം പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ, സാമ്പത്തിക നന്മയുടെ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കും, അപ്പാ എനിക്ക് ഇത്ര മാത്രം പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ ഭാവി ജീവിതത്തിന് എനിക്ക് ഒരു വഴി തുറന്നു തരണം. നമ്മൾ ആദ്യം എങ്ങോട്ട് നോക്കും? നമ്മുടെ ദൈവത്തിലേക്ക് നോക്കും. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളെ നമ്മുടെ ഏതൊരവസ്ഥയിലും നമ്മുടെ നിക്ഷേപം ദൈവസന്നിധിയിൽ വെക്കണം. ഭൗതിക നന്മകൾക്ക് ഒരിക്കലും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ആത്മീയ നന്മകൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രമേ ഏതൊരവസ്ഥയിലും നമ്മൾ വിടുവിക്കപ്പെടുകയുള്ളൂ. ഏതൊരു തീ ചൂളയിലും അല്ലെ, കുഴിയിലും ഏതൊരവസ്ഥയിലും നമ്മളെ രക്ഷിച്ച് കർത്താവ് വെളിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ഹൃദയം എവിടെയായിരിക്കണം? ദൈവസന്നിധിയിലായിരിക്കണം. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ ആ ഡിപ്പോസിറ്റ് ചെയ്യണം അല്ലെ. എന്ത് ഡിപ്പോസിറ്റ് ചെയ്യണം? നമ്മുടെ ജീവിതം, നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എനി ടൈം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പറ്റിച്ചേർന്നിരിക്കും. നമുക്ക് എന്ത് ആവശ്യത്തിലും ഏത് സമയത്ത് ദൈവത്തോട് ചോദിക്കുവാൻ അല്ലെ, ദൈവസന്നിധി ചെന്ന് കരയുവാൻ അല്ലെ നമുക്ക് അവകാശമുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞുവല്ലോ, നിക്ഷേപം ഉള്ളിടത്താണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നിക്ഷേപം ദൈവസന്നിധിയിൽ വെച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യം എന്ത് വരുള്ളൂ? ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കുന്നവരായിരിക്കണം. ദൈവം കഴിഞ്ഞ് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന്, ദൈവം കഴിഞ്ഞ് എനിക്ക് മറ്റാരും ഉള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കയറുകയുള്ളൂ. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവമക്കളായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മുടെ നിക്ഷേപം ദൈവസന്നിധിയിൽ വെക്കുക, നമ്മുടെ ഹൃദയവും ദൈവസന്നിധിയിൽ വെക്കുക. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക്
ഏറ്റവും നല്ല രീതിയിൽ ദൈവമക്കൾ എന്ന ഹൃദയം കൊണ്ട് പറഞ്ഞ് ജീവിക്കാൻ സാധിക്കുകയുള്ളു. ഈ വചനത്താൽ എല്ലാ ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് ചുരുക്കുന്നു. ആമേൻ.